ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉപ്പ് വെച്ചിട്ടുള്ള കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറച്ചധികം ടിപ്സാണ് ഞാൻ ഇന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കല്ലുപ്പാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യാത്തൊരു സോക്സിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എത്ര ഉപ്പ് വേണമെങ്കിലും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ ആ ഉപ്പ് മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഇട്ടിട്ട് ടൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ആക്കി എടുത്തതിന് ശേഷം ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാനൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ആ ഷോക്സിലൊന്ന് ചൂടാക്കിയതിന് ശേഷം വേദനയുള്ള ഭാഗത്തൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിലീഫ് തന്നെ കിട്ടുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കല്ലുപ്പ് തന്നെ എടുക്കുക കേട്ടോ. അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് പെട്ടെന്ന് കിട്ടുള്ളൂ. സിസ്റ്റത്തിൽ കുറേ സമയം ഇരിക്കുന്നവർ, വർക്ക് ചെയ്യുന്നവർ, അതുപോലെ തന്നെ കാലിന് വേദന, മുട്ടുവേദനയൊക്കെ ഉള്ളവരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഒരു ദിവസം ചെയ്യാലോ, ഒരു 2-3 ദിവസം തുടർച്ചയായിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റം തന്നെ വരുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പാന് ചൂടാക്കണമെന്നൊന്നുമില്ല. ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം പാന് നല്ല ചൂടുണ്ടാവുള്ളൂ. ആ സമയത്തും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈനോ ആണ്. എന്നിട്ട് കല്ലുപ്പിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ വീട്ടിൽ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഹാളിലോ കിച്ചണിലോ ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു നെഗറ്റീവ് എനർജിയൊക്കെ പോയിട്ട് പോസിറ്റീവ് എനർജി വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ കിച്ചണിലൊക്കെ മീൻ പൊരിച്ച സ്മെല്ല്, എന്തെങ്കിലും നോൺ വെജ് ഒക്കെ പൊരിച്ചതിൻ്റെ സ്മെല്ല്, ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതും പെട്ടെന്ന് വലിച്ചെടുക്കും ഈ കല്ലുപ്പ്. ഈനോ ആണെങ്കിൽ ഈ ഓറഞ്ചിൻ്റെ സ്മെല്ലായതുകൊണ്ട് തന്നെ അടിപൊളി ഫ്ലേവറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു 4-5 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈനോ ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈനോയിൻ്റെ എന്ത് ഫ്ലേവർ വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം. എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് കേട്ടോ. എന്നിട്ട് ഈ മിക്സിലേക്ക് കുറച്ച് ഡെറ്റോളും അതുപോലെ തന്നെ ഒരു മുടി വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് നമുക്ക് മിക്സായി വരും കേട്ടോ. എന്നിട്ട് ഇതുപോലുള്ളൊരു ബോട്ടിലിൻ്റെ മൂടിയിൽ ഹോളിട്ട് കൊടുത്തതിന് ശേഷം ഈ സൊല്യൂഷൻ ഞാൻ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മൾ കൗണ്ടർ ടോപ്പും ടൈലും ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് തുടച്ചിടുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മളുടെ സിങ്കിലും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചും കൂടെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ സ്മെല്ല് കുറേ സമയം ലാസ്റ്റ് ചെയ്യും കേട്ടോ. നമ്മളിതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ. മാത്രമല്ല രാവിലെ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബും, അതുപോലെ തന്നെ കിച്ചണിൽ കൂടുതലായിട്ട് കാണുന്ന പാറ്റ പല്ലികളെ ഒന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ബേസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് കല്ലുപ്പ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് പൊടിച്ച കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് പൊടിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പൊടിയുപ്പിനേക്കാൾ എത്രയോ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ കല്ലുപ്പ്. അപ്പോൾ കുറച്ച് വാങ്ങിച്ച് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പം ഞാൻ കല്ലുപ്പും അതുപോലെ തന്നെ മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ വളങ്കടിയുള്ള കാലൊക്കെ നമ്മൾ മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. നമ്മളെ കാലിൽ വരുന്ന ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ മുറിവുകൾ, വേദനയൊക്കെ നമുക്ക് നന്നായിട്ട് ശമിക്കുന്നതാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ സവാള കുറച്ച് അധികമൊക്കെ വഴറ്റിയെടുക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ. മാത്രമല്ല നമ്മൾ കറികളിലൊക്കെ പെട്ടെന്ന് ഉപ്പ് കൂടുകയാണെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പ് വെച്ചിട്ടുള്ള കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറേയധികം ആളുകൾ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ടിപ്സുകൾ തന്നെയാണ് അതിലുള്ളത്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് കയറി കണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഗോതമ്പ് മാവാണ് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കല്ലുപ്പ് പൊടിച്ച് വെച്ചതാണ്. ഇനി കുറച്ച് വിനീഗറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സാനിറ്റൈസർ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അഴുക്ക് പിടിച്ച് അതുപോലെ തന്നെ കറയൊക്കെ ആയിട്ടുള്ള സേവനാഴി ചെമ്പിൻ്റെ പാത്രങ്ങളൊക്കെ വെളുപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും, ഞാനിത് കഴുകിയിട്ട് യൂസ് ചെയ്തിട്ടും കുറച്ച് ദിവസമായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ചെമ്പിൻ്റെ പാത്രങ്ങളൊക്കെ നമുക്ക് കുറച്ച് ദിവസം യൂസ് ചെയ്യാതെ വെച്ചാൽ തന്നെ ബ്ലാക്ക് ഡോട്ട്സ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ യാതൊരു
കെമിക്കൽസും ഇല്ലാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഈ രീതിയിലൊന്ന് തേച്ച് കൊടുത്തൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് കാണുന്നുണ്ടാവും. നല്ലൊരു കളറ് നമ്മളുടെ സേവനാഴിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വിളക്കുകൾ നിലവിളക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ക്ലീനായി കിട്ടുന്നതാണ്. വേറൊരു ടിപ്പുണ്ട്. നന്നായിട്ട് പുളി ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ആ പുളിവെള്ളത്തിലൊന്ന് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം കഴുകി എടുക്കുകയാണെങ്കിൽ നമുക്ക് പുത്തനായിട്ട് കിട്ടുന്നതാണ്. ആ ടിപ്പ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. രണ്ട് രീതിയിൽ നല്ല റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ആ ബ്ലാക്ക് ഡോട്ട്സും കറകളൊക്കെ നന്നായിട്ട് ഇവിടെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് കാണുന്നുണ്ടല്ലോ, നന്നായിട്ട് ആ ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ പോയിട്ട് പുതിയതായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഒരു സേവനാഴി പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അപ്പോൾ അടുത്തതായിട്ട് ആ ബാക്കി വന്ന ഒരു മിക്സ് വെച്ചിട്ട് ഞാനിപ്പോൾ സിങ്കാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാഷ് ബേസും ഒക്കെ ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം. നമ്മളുടെ വാട്ടർ ടാപ്സും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഇതുപോലെ കൈവച്ചിട്ട് തന്നെയാണ് മിക്സ് ആക്കി എടുക്കുന്നത്. ഇതിൽ ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബാഡ് സ്മെല്ലൊക്കെ പോകുന്നതാണ്. സാനിറ്റൈസർ ഉപ്പൊക്കെ ഇതിലൂടെ വരുന്ന പാറ്റ പല്ലികളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് മാത്രമല്ല ബാഡ് സ്മെല്ലും വളരെ പെട്ടെന്ന് പോയി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിലൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ വേസ്റ്റൊക്കെ ഇതിലൂടെയല്ലേ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് കറയും അഴുക്കും ഒക്കെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ കറകളൊക്കെ നന്നായിട്ട് റിമൂവ് ആയി വരുന്നുണ്ട്. ടൈപ്പ് സിങ്കിൽ നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബർ ഒന്നും ഇട്ട് ഉരയ്ക്കരുത് കേട്ടോ. ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി തേച്ച് കഴുകിയെടുത്താൽ മാത്രം മതിയാവും. ഇതിന് സ്റ്റീൽ സ്ക്രബ്ബറിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇതിൽ പോറലൊക്കെ വീഴും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കഴുകിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, നന്നായിട്ട് കറകളൊക്കെ ക്ലീനായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന മുട്ടത്തോട് ഇതുപോലെ കഴുകി വെള്ളമൊക്കെ പോയതിന് ശേഷം ഇഡലി തട്ടിലേക്ക് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോകാൻ ഫാനിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വളരെ പെട്ടെന്ന് നമുക്കിത് പൊടിഞ്ഞ് കിട്ടുന്നതാണ്. മിക്സി ജാറിന് നന്നായിട്ട് ബ്ലേഡ് മൂർച്ചയായി കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചും കൂടെ എടുക്കാം. ഇതിൻ്റെ വേസ്റ്റ് ഞാൻ കളയുന്നില്ല. ഇതിൽ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പാത്രങ്ങൾ കറ പിടിച്ച പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകിയെടുത്ത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആ ഫൈനായിട്ടുള്ള പൊടിച്ച പൊടിയിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സ് മാത്രം മതി കേട്ടോ. ഇത് മിക്സായി വരുന്നത് വരെ നമുക്ക് പേസ്റ്റ് ഇട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മളുടെ പല്ലിൽ വരുന്ന കാൽഷ്യത്തിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പല്ലിലെ കറകൾ മഞ്ഞ കളറ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ കറ പിടിച്ച് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുക്കറിൻ്റെ അടിയിലൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പാണ് കേട്ടോ. ഞാൻ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടത്തോടിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ആക്കി കൊടുത്തിട്ട് ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തുള്ളി വെള്ളം പോലും ഇല്ലാതെ ഈ കറകളൊക്കെ കളയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മുട്ടത്തോട് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഉപ്പും കൂടെ അതിലേക്ക് മിക്സ് ആക്കി കൊടുത്തുകൊണ്ട് തന്നെ റിസൾട്ട് നമുക്ക് 100% തന്നെ പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് കഴുകി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഏത് കറ പിടിച്ച പാത്രങ്ങളും ഈ രീതിയിൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഫ്രീസറിൽ ഇതുപോലെ ഐസ് കട്ടിയായിരിക്കുമ്പോൾ നമ്മൾ എന്ത് തന്നെ വെച്ചാലും അത് വല്ലാണ്ടങ്ങ് ഫ്രീസായി പിന്നെ നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ നമ്മൾ കത്തിയോ സ്പൂണോ ഒന്നും വെച്ച് ആ ഐസ് എടുക്കരുത്. വളരെ പെട്ടെന്ന് നമുക്ക് ഈ രീതിയിലൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഐസൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല പിന്നെ കുറേ ദിവസത്തിന് ഐസ് കട്ട പിടിക്കുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ആ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു കോട്ടൺ ടവൽ ഇതുപോലെ ഒന്ന് എടുത്ത് അതിലൊന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ട്.
എന്നാൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞും കൂടി കൊടുക്കാം. നന്നായിട്ട് ഉപ്പിൻ്റെ ആ രസം ഈ കോട്ടൺ തുണിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രീസറിൽ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. നിങ്ങൾ ആ ഫ്രീസറിൽ നടുവിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഐസൊക്കെ റിമൂവ് ആയിട്ട് പോകും. പക്ഷെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് വെള്ളമായിരിക്കും. അപ്പോൾ അതിനേക്കാളൊക്കെ വളരെ എളുപ്പത്തിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഉപ്പ് തട്ടുന്ന ഭാഗത്തൊക്കെ പെട്ടെന്ന് ഐസ് മെൽറ്റ് ആയിട്ട് വരും കേട്ടോ. ഇപ്പൊ കുറച്ച് ഐസ് മാത്രമേ ഉള്ളൂ. കൂടുതൽ മഞ്ഞുമലയൊക്കെ പോലെ നമുക്ക് കാണാറുണ്ട്. ആ സമയത്ത് നമ്മള് പെട്ടെന്ന് ഇതുപോലെയല്ലേ ചെയ്തെടുക്കേണ്ടത്. തെർമോസ്റ്റാറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിലും പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നമ്മളുടെ ഫ്രിഡ്ജിന്റെ ഡോറ് നന്നായിട്ട് ക്ലോസ് ആവുന്നുണ്ടോ, ഗ്യാസ്കറ്റ് ലൂസ് ആയിട്ടുണ്ടോ, അതുപോലെ തന്നെ ഫ്രീസറിന്റെ ഡോറ് നന്നായിട്ട് ലോക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അതിനൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഐസ് നന്നായിട്ട് കട്ടയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നിങ്ങൾ റേഷൻ അരിയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അതിൽ ചില സമയത്ത് ബാഡ് സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നന്നായിട്ട് കളറും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടിപ്പാണ്. കുറച്ച് കല്ലുപ്പും ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്തിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീനായി വരും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വാഷ് ബേസും സിങ്കൊക്കെ ബ്ലോക്ക് ആവുന്ന സമയത്ത് കുറച്ച് ബേക്കിംഗ് സോഡയും കല്ലുപ്പും തിളച്ച വെള്ളം കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ബ്ലോക്ക് മാറി കിട്ടും കേട്ടോ. അത് മാത്രമല്ല ബാഡ് സ്മെല്ല് പോകുന്നതാണ്. അതിലൂടെ വരുന്ന പാറ്റ പല്ലി ഒക്കെ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ്. എന്നിട്ട് കുറച്ച് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കാത്ത മരങ്ങളിൽ കൂടുതൽ കായ്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ പൂക്കുന്ന മരങ്ങളിലൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും. ഇലമുരടിപ്പുള്ളതും മഞ്ഞ നിറമുള്ളതുമായ ചെടികളിൽ അതൊക്കെ പോവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഈ ഒരു ഇതുപോലുള്ള വള്ളികളിലൊക്കെ പൂക്കൾ ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്പ്രേ നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തൊലിയോട് കൂടെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് അധികം തന്നെ കല്ലുപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കായാണ്. പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ കട്ടയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ചുടുവെള്ളത്തിലൊന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ചൂടുള്ള വെള്ളം ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചെടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതിൻ്റെ എസൻസ് ഒക്കെ ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരണം. ആ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ കായ നമ്മളുടെ പാമ്പുകളൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മൂടി ഡെറ്റോളാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഡെറ്റോൾ നല്ലൊരു ആൻറ്റിസെപ്റ്റിക് ആണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടെ എടുക്കാം. ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ കളയണ്ട. ഇതുപോലെ തന്നെ നമ്മൾ കിച്ചണിലൊക്കെ ഒന്ന് തൂക്കിയിടുകയാണെങ്കിൽ പാറ്റ പല്ലി ശല്യം ഒരുപാട് നമുക്ക് കുറയുന്നതാണ്. ഇതിൻ്റെ സ്മെല്ലിന് അവകളൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ. അപ്പോൾ ഈ സ്പ്രേ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളുടെ വീടിൻ്റെ പരിസരങ്ങളിൽ എലി പാമ്പൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് ആ പരിസരത്തേക്ക് തന്നെ വരില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ.